സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലം രാജ്യത്തിൻ്റെ പൊതുകാര്യങ്ങൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു കാലമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരുപാട് അധികാരങ്ങൾ കൈവരുന്ന ഒരു കാലമാണ്. തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്തോറും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാതികൾ ഉയർന്നു വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്ന മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് അത് മോഡി കോഡ് ഓഫ് കണ്ടക്റ്റായി മാറിയിരിക്കുന്നു എന്ന് തൃണമൂൽ കോൺഗ്രസ് ആക്ഷേപിക്കുന്നു. പ്രതിപക്ഷ കക്ഷികൾ മാതൃകാ പെരുമാറ്റ ചട്ട ലംഘനം ചൂണ്ടിക്കാണിച്ച് നൽകിയ പരാതികൾ പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം വരുന്നു. അങ്ങനെ പല സംഗതികളുണ്ട്. ഇത്തരം ആക്ഷേപങ്ങൾ മുൻകാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അന്ന് അമിത്ഷായ്ക്കും എതിരെ നൽകിയ പരാതികളിൽ ക്ലീൻ ചിറ്റ് നൽകിയത് ചോദ്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയ അശോക് ലവാസ എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പിൽക്കാലത്ത് രാജിവെക്കുന്ന കാഴ്ച രാജ്യം കണ്ടതാണ്. ഇക്കുറി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പാണ് അരുൺ ഗോയൽ എന്ന് പറയുന്ന കമ്മീഷണർ രാജിവെച്ച് പുറത്തേക്ക് പോയത്. ഇതൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ ബലപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ മുതൽ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിഷ്പക്ഷതയെക്കുറിച്ചുള്ള സംശയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് നിയമവിദഗ്ധനായ ഹരീഷ് വാസുദേവനാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം, തെരഞ്ഞെടുപ്പിനെ ഗവേൺ ചെയ്യുന്ന നിയമങ്ങൾ, അതിൻ്റെ പരിമിതികൾ, ഇതേക്കുറിച്ചൊക്കെ സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഹരീഷ്, ഈ ജനപ്രാതിനിധ്യ നിയമമുണ്ട്. സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ രൂപവത്കരിച്ച മാതൃകാ പെരുമാറ്റ ചട്ടങ്ങളുണ്ട്. ഇതൊക്കെയാണ് പൊതുവിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ നിയമപ്രകാരം ഭരിക്കുന്ന, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുന്നോട്ട് നയിക്കുന്ന നിയമം, ചട്ടങ്ങളും ഒക്കെ. ഇത് ഏത് വിധത്തിലാണ് നമ്മുടെ രാജ്യത്ത് ഇത്തരം വ്യവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കുന്നത്? ഇത് കൊണ്ടുവരുന്നതിന് ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയ ഡെലിബറേഷൻസിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ആർട്ടിക്കിൾ 324 പ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കീഴിൽ തന്നെ നിലവിൽ വന്നിരുന്നു. പല രാജ്യങ്ങളിലും ഇത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഗതികൾ നിർവഹിക്കുന്നതൊക്കെ നിയമം മൂലം ഉണ്ടാക്കപ്പെട്ട ചില അതോറിറ്റികളാണെങ്കിൽ, ഇന്ത്യയിൽ അത് ഭരണഘടന തന്നെ വെച്ചിരിക്കുന്ന ഒരു പ്രൊവിഷൻ അനുസരിച്ച് കൊണ്ടുവന്നൊരു സ്ഥാപനമാണ്. അതിന്റെ ഇൻഡിപെൻഡൻസ് ആണ് അത് സൂചിപ്പിക്കുന്നത്. അതായത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വം എന്ന് നമ്മൾ പലപ്പോഴും കേശവാനന്ദ ഭാരതിയൊക്കെ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ പറയുന്ന അതുപോലെ തന്നെയുള്ള ആ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് വിചാരിച്ചാൽ, നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഏതെങ്കിലും സർക്കാർ വന്നാൽ ഇത്തരം നടപടികളെ അങ്ങ് പൊളിച്ചു പണിയാം എന്നൊരു ധാരണയുണ്ട്. അത് ശരിയല്ല. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ട് എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. അതൊരു ഭരണഘടനാ സ്ഥാപനം. എന്താണ് അവരുടെ ഉത്തരവാദിത്വം? ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻസ് നടത്തുക. അപ്പൊ ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടത്തുക എന്ന് പറയുന്നതിനകത്ത് വലിയ പ്രാധാന്യമുണ്ട്. കാരണം ഒരു MP മാത്രമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും 400-ലധികം MP ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിലുണ്ട് എന്നിരിക്കട്ടെ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തൊട്ടടുത്ത ഇലക്ഷനെ നേരിടുമ്പോൾ എങ്ങനെയായിരിക്കും ഇവർക്ക് കിട്ടുന്ന മത്സരിക്കാനുള്ള അവകാശം? അത് തുല്യമായിരിക്കും, അത് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും 400 MP കയ്യിലുള്ള ഒരു പാർട്ടിക്ക് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഒരിക്കലും ഒരു MP ഉള്ള ഒരു പാർട്ടിക്ക് കിട്ടില്ല. അതുകൊണ്ട് സ്പേസസ് എല്ലാം കീഴടക്കി, അല്ലെങ്കിൽ അത് ഏകപക്ഷീയമായി ഒരു ഇലക്ഷൻ നടത്തിക്കളയാം എന്ന ധാരണ ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് സുപ്രീം കോടതി പല കേസിലും അസന്നിഗ്ധമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പിന്റെ നടത്തിപ്പാണ് എന്നുള്ളത്. അതിനുവേണ്ടി നമുക്ക് ജനപ്രാതിനിധ്യ നിയമം 1951 തന്നെ വന്നു. 50 ഭരണഘടന വരുന്നു, 51 ജനപ്രാതിനിധ്യ നിയമം വരുന്നു. ജനപ്രാതിനിധ്യ നിയമത്തിന് നിരവധി ഭേദഗതികൾ വന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ സ്ട്രക്ചറിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതിൽ നിന്ന് ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്തിമമായ അഭിപ്രായം ഇലക്ഷൻ കമ്മീഷനാണ്. അവരെ നിയോഗിക്കുന്നത് പ്രസിഡന്റാണ്. അതുകൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യയിൽ നടക്കുക എന്നുള്ളത് ഭരണഘടന അങ്ങനെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഇതാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഔട്ട്പുട്ട്.
അതിൽ ഇലക്ഷൻ കമ്മീഷന്റെ നിയമനത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചില വിവാദങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനിൽ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ഈ ഭരണ സർക്കാരിന്റെ ആളുകളെ മാത്രം കുത്തിനിറയ്ക്കുന്ന ഒരു സംവിധാനമായിട്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. വാസ്തവത്തിൽ നിയമന പ്രക്രിയ നമുക്കറിയാം. കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയ കാലത്തെ എല്ലാ നിയമന പ്രക്രിയയും പ്രസിഡന്റിന് വിടുന്നു എന്നുള്ളതാണ്. ഈ പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് തന്നെ വളരെ ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കുന്നു. പ്രസിഡന്റ് വളരെ ഇന്റഗ്രിറ്റി ഉള്ള ഒരാൾ വരുന്നു. രാജ്യത്ത് നല്ല ചർച്ചകളുള്ള ഡിബേറ്റുള്ള പാർലമെന്റിന്റെ ഇരു സഭകളുമുണ്ട്. ഇതൊക്കെ കൊണ്ട് അതിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പോയിരുന്നില്ല. നമ്മളിപ്പോ ജുഡീഷ്യറിയുടെ അപ്പോയിന്റ്മെന്റിനെ സംബന്ധിച്ച് നോക്കിയാലും ഇത്തരം ഭരണഘടനാ സ്ഥാപനങ്ങളുടെ അപ്പോയിന്റ്മെന്റ് നോക്കിയാലും പ്രസിഡന്റ് നടത്തുമെന്ന് പറയുന്നത് അതിനൊരു പ്രത്യേക പ്രക്രിയ വിവരിച്ചിരുന്നില്ല. എന്നാൽ അത് ജുഡീഷ്യറിയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രക്രിയ വേണമെന്ന് സുപ്രീം കോടതിയുടെ സുപ്രധാനമായിട്ടുള്ള വിധിന്യായം ഉണ്ടാവുകയും അതിനെ നിരാകരിച്ചുകൊണ്ട് നിയമമന്ത്രി റെക്കമെൻഡ് ചെയ്താൽ ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യാം എന്നുള്ള സ്ഥിതിയിലേക്കാണ് ഇന്നിപ്പോ വന്നിരിക്കുന്നത്. അപ്പോ എന്താണ് ഭരണഘടനയിൽ ഇല്ലാതെ പോയത്? അത് ഫില്ല് ചെയ്യാൻ നമുക്ക് 70 വർഷം കൊണ്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഈ ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്ന ഒരു സംഗതി നിയമനങ്ങളിലായാലും ഇതിന്റെ നടത്തിപ്പിലായാലും ഒക്കെ അത് ഫില്ല് ചെയ്ത് കൊണ്ടുവരാൻ നമുക്ക് ഈ കഴിഞ്ഞ 75 വർഷം കൊണ്ട് കഴിഞ്ഞില്ല. നമുക്ക് ഭരണഘടന ഉണ്ടാക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം നടത്തേണ്ടതെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രൂപരേഖ കൊടുക്കാൻ ഭരണഘടനയ്ക്ക് കഴിയില്ല. കാരണം അതൊരു മാർഗരേഖ മാത്രം. ആ മാർഗരേഖയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അത് ഭംഗിയായിട്ട് ആ ജോലി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഇപ്പൊ ജനപ്രാതിനിധ്യ നിയമം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പറയുന്നതിനകത്ത് അധികാരങ്ങൾ വളരെ കടത്തിയുള്ള അധികാരങ്ങൾ ഓരോ ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് 39A എന്ന് പറയുന്ന ഒരു വകുപ്പ് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ട വകുപ്പാണ്. ഇന്ത്യയിലെ മാധ്യമങ്ങളിൽ, ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ പരസ്യമായിക്കോട്ടെ വാർത്തയായിക്കോട്ടെ ഇതൊക്കെ നൽകുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും തുല്യമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ടായിരിക്കണം എന്ന് മാർഗരേഖ പുറപ്പെടുവിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ അധികാരം നൽകുന്നു. അപ്പൊ ഞാൻ അതിലേക്കൊക്കെ വരാം. ഏതായാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരം ഈ ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അധികാരം എന്ന് പറയുക വഴി ഇലക്ഷൻ കമ്മീഷനാണ് പിന്നീടുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഡ്രൈവറെ നിയമിക്കുക മാത്രമാണ് ഒരു ഭരണഘടന ചെയ്യുന്നത്. ആ ഡ്രൈവർ എങ്ങനെ വണ്ടി ഓടിക്കണം, എവിടെ എത്തിച്ചേരണം, അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വതന്ത്രാധികാരം ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുണ്ട്. ഈ സ്വതന്ത്രാധികാരം വിനിയോഗിക്കുന്നതിൽ മാർഗരേഖ കൊണ്ടുവരുന്നതിൽ, അതായത് ഇലക്ഷൻ എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള മാർഗരേഖ കൊടുക്കാൻ നമുക്കൊരു ഇലക്ഷൻ കമ്മീഷനുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ചൊരു മാർഗരേഖ കൊടുക്കാൻ നമ്മുടെ ഭരണഘടനയെ വികസിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മളൊരു ബാല്യ സ്റ്റേജിൽ തന്നെ നിൽക്കുക. നമ്മളിത് പറയുമ്പോൾ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഈ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചുള്ള ഡിസ്കഷൻസ് നടക്കുമ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അധികാരപ്രമത്തതയുള്ളൊരു ഭരണകൂടത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ കീഴിലേക്ക് മാറാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ചർച്ചയിൽ ഉന്നയിക്കപ്പെടുന്നുണ്ട്. ഡോക്ടർ അംബേദ്കർ തന്നെ അതിനുള്ള മറുപടിയിൽ പറയുന്നതും അങ്ങനെ തന്നെയാണ്. കാരണം ഇങ്ങനൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. ഒരു സർവാധികാര പ്രവണതയുള്ളൊരു ഭരണകൂടം വന്നു കഴിഞ്ഞാൽ അവരുടെ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ആളുകളെ നിയമിക്കുകയും അവർ അധികാരത്തിലിരിക്കുന്നവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നൊരു സാധ്യത അവിടെ ഉണ്ട് എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ അംബേദ്കർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഭരണഘടന നിലവിൽ വന്ന് ഇത്രയും കാലത്തിന് ശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ അന്ന് അവർ കണ്ട അല്ലെങ്കിൽ അന്ന് അവർ പ്രതീക്ഷിച്ച ഒരു അപകടം നമ്മളിപ്പോൾ അനുഭവിക്കുന്നു എന്ന് പറയേണ്ടി വരുമോ? ഉണ്ടത് ഒന്ന്, ഡോക്ടർ ബി ആർ അംബേദ്കർ 2-3 ഘട്ടങ്ങളിൽ ഈ അപകടത്തെപ്പറ്റി സൂചിപ്പിക്കുന്നതിൽ ഒന്ന് ഇലക്ഷൻ കമ്മീഷന്റെ തന്നെയാണ്. കേന്ദ്ര സർക്കാരിന്റെ അധികാരത്തെ സംബന്ധിച്ചും അംബേദ്കർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ജനാധിപത്യത്തിന്റെ അളവിൽ കുറവുണ്ടാവുകയാണെങ്കിൽ ഭൂരിപക്ഷമുള്ള ആളുകൾ ഇഷ്ടമുള്ള വഴിക്ക് ഇതിനെ നയിച്ചുകൊണ്ട് പോകും എന്നുള്ള ഒരു അപകടം ജനാധിപത്യത്തിനുണ്ട്. അത് ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ ഇപ്പോൾ സത്യമായി വന്നിരിക്കുകയാണ്. പക്ഷെ അത് ആദ്യമായിട്ടല്ല ഇലക്ഷൻ കമ്മീഷൻ ഇത്തരത്തിൽ സർക്കാരുകൾക്ക് വഴങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തുടക്കകാലത്ത് എന്തായിരുന്നു പ്രശ്നം? ഇലക്ഷൻ കമ്മീഷൻ ഒട്ടും ആക്റ്റീവ് ആയിരുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്ന് കരുതേണ്ടുന്ന അധികാരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നില്ല. ഇന്ത്യയിൽ നമുക്ക് ഇപ്പൊ എനിക്കും രാജീവേട്ടനുമെങ്കിലും അറിയാമായിരിക്കും, നമ്മുടെയൊക്കെ
ചെറുപ്പകാലത്ത് ഒരു 20 വർഷം മുമ്പ് എൻ്റെ ഓർമ്മകാലത്ത് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെയൊക്കെ ഇലക്ഷൻ നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ബൂത്ത് പിടിച്ചെടുക്കുക എന്നാണ് പറയുന്നത്. ആളുകൾ വന്ന് ബൂത്ത് പിടിച്ചെടുത്ത് വോട്ട് കുത്തി പെട്ടിയിലിടുന്ന പരിപാടിയാണ് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും നടന്നത്. ഈ ബൂത്ത് പിടുത്തം ഇല്ലാതായത് എങ്ങനെയാണ്? ഇലക്ഷൻ കമ്മീഷൻ വളരെ സ്ട്രോങ് ആയപ്പോഴാണ്. പോലീസിന്റെയും ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ ഉപയോഗിച്ച് ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായ മാർഗരേഖകൾ കൊടുത്ത് TN ശേഷന്റെ കാലത്താണ് ഇലക്ഷൻ കമ്മീഷൻ തങ്ങൾക്ക് അധികാരമുണ്ട് എന്ന് തെളിയിച്ചതും തങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകമല്ല എന്ന് കൃത്യമായിട്ട് ഇന്ത്യൻ ജനതയ്ക്ക് മുമ്പാകെ തെളിയിച്ചതും. TN ശേഷനെ പോലെയുള്ള ഒരാൾ വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ മാറുന്നില്ല, ചട്ടങ്ങൾ മാറുന്നില്ല. പക്ഷെ തങ്ങൾക്ക് കിട്ടുന്ന കോൺസ്റ്റിറ്റ്യൂഷന് കീഴിലുള്ള അധികാരത്തെ അത് ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യുക. അതുകൊണ്ടാണ് സുപ്രീം കോടതിയോ മറ്റ് ഹൈക്കോടതികളോ ഒന്നും ആ പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരുന്നത്. TN ശേഷൻ നിയമ ഭേദഗതി നടത്തിയ ആളല്ല, മറിച്ച് ഭരണഘടന ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് ഈ ഇലക്ഷൻ കമ്മീഷനെ നടത്തുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം സത്യത്തിൽ TN ശേഷന് മുമ്പും ശേഷവും എന്ന് നമ്മൾ ആ കാലഘട്ടത്തിലൊക്കെ നമ്മൾ അങ്ങനെ വ്യവച്ഛേദിച്ച് കാണാറുണ്ട്. പവർ എങ്ങനെ ഉപയോഗിക്കാം എന്ന് കാണിച്ച് വളരെ ആക്റ്റീവായി വന്ന ഇലക്ഷൻ കമ്മീഷൻ പിന്നീട് ശേഷന് മുമ്പുള്ള കാലത്തെ ഇലക്ഷൻ കമ്മീഷനെ പോലെ കേന്ദ്ര സർക്കാരിന്റെ ഒരു എക്സ്റ്റൻഷനായി മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പൊ കാണുന്നത്. ഇതിൽ വേറെ ഒരു അപകടമുള്ളത്, പഴയതുപോലെ അല്ല ഇലക്ഷനെ സ്വാധീനിക്കാനുള്ള ശേഷി. പണ്ട് 10 ലക്ഷം പേരുടെയോ 20 ലക്ഷം പേരുടെയോ വോട്ടർമാരിലേക്ക് നേരിട്ടൊരു സ്വാധീന ശേഷിയായി മാറുന്ന ഒരു പ്രസംഗം നടത്താൻ ബുദ്ധിമുട്ടാണ്. അത് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ ദൂരദർശനിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. 10 ലക്ഷം പേരുടെ ഒരു മീറ്റിംഗ് വിളിച്ച് പ്രസംഗിച്ചിട്ട് ആളുകളെ പെട്ടെന്ന് ഒരു ദിവസം മാറ്റിയെടുക്കാൻ ഒരു രാഷ്ട്രീയ നേതാവിനും ഇന്ത്യയിൽ കഴിയുമായിരുന്നില്ല. കാരണം ആളുകൾക്ക് അസംബിൾ ചെയ്യുന്നതിനും പരിപാടികൾ നടത്തുന്നതിനൊക്കെ പരിമിതി ഉണ്ടായിരുന്നു. എന്നാൽ ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി, സോഷ്യൽ മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി ഈ മാനിപ്പുലേഷൻ സാധ്യത അനന്തമായിരിക്കുക. നരേന്ദ്രമോദിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെയോ ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്ത്യയിലുള്ള ഇലക്ട്രോണിക് മീഡിയയ്ക്ക് വിസിബിലിറ്റി ഉള്ള, പെനിട്രേഷനുള്ള ഏത് സെഗ്മെന്റിൽ പോയിട്ടും ആളുകളെ സ്വാധീനിക്കാമെന്ന് വരികയാണ്. അപ്പോ ഇന്നലെ വരെ നടത്തിയ പ്രവർത്തന രീതികൾ മതിയാവില്ല ഇലക്ഷൻ കമ്മീഷന് പുതിയ കാല ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. മാനിപ്പുലേറ്റീവ് സാധ്യതകൾ കൂടുന്തോറും നമ്മൾ പറയാറില്ലേ, കള്ളൻ എത്രത്തോളം മെച്ചപ്പെടുന്നോ പോലീസ് സേന അതിലും കൂടുതൽ മെച്ചപ്പെട്ടില്ലെങ്കിൽ നമുക്കൊരു പോലീസ് സേന ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഇവിടെ മാനിപ്പുലേറ്റീവ് സാധ്യതകൾ അത്രയേറെ വർദ്ധിക്കുമ്പോൾ ആ വർദ്ധിക്കുന്നതിനനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനത്തിൽ ഒരു വ്യത്യസ്തമായ സമീപനം കൊണ്ടുവരുന്നില്ല എങ്കിൽ വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം ഏതോ പഴയകാല നൂറ്റാണ്ടിലെ പ്രവർത്തനം പോലെയായി മാറുകയും, അതൊരു വശത്ത്. 2, അഫർമേറ്റീവ് ആക്ഷൻ വഴി ഇലക്ഷൻ കമ്മീഷൻ നടത്തുന്ന ചില തെറ്റുകളുണ്ട്. അതിലൊന്നാണ് വർഗീയ പ്രസ്താവനകൾക്ക് കൂട്ടുനിൽക്കുക. കോഡ് ഓഫ് കോണ്ടക്ട് വയലേറ്റ് ചെയ്യുന്നത് കണ്ടാലും കണ്ടില്ല എന്ന് നടിക്കുക. ഇനാക്ഷൻ, ആക്ഷൻ ഒരു വശത്ത്. അപ്പൊ ആക്ഷൻ നടത്തുന്നില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഇനാക്ഷൻ വളരെ ഗൗരവമായിട്ടുള്ള വീഴ്ചയിലേക്ക് നയിക്കുകയും അത് ഇലക്ഷൻ കമ്മീഷൻ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് അതിന്റെ അന്തസ്സത്തെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യും. റൈറ്റ്. ഇപ്പോൾ ഈ കോഡ് ഓഫ് കോണ്ടക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ചൊരു ചട്ടങ്ങളാണ്. ഒരുപാടെണ്ണം ഉണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തേത് പറയുന്നത് തന്നെ ഈ പറയുന്ന ജാതി അല്ലെങ്കിൽ മതം, വംശം, ജാതി, ഭാഷ, സംസ്കാരം എന്നിവയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വോട്ടർമാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യത്തെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമം എടുത്തു കഴിഞ്ഞാൽ 125-ാം വകുപ്പിലും ഏതാണ്ട് ഇതേ കാര്യം തന്നെ പരാമർശിക്കുന്നുണ്ട്. അത് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ടിരിക്കെ നമ്മളിപ്പോൾ ഈ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിന് ശേഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വളരെ പ്രകടമായി മതം പരാമർശിക്കുന്ന അല്ലെങ്കിൽ മതപരമായി ഭിന്നിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങളുടെ ഒരു കുത്തൊഴുക്ക് നമ്മൾ കാണുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന വ്യക്തി തന്നെയാണ്. അതിന്മേൽ പരാതികളുണ്ടായിട്ട് അതിന് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞാൽ ലംഘിച്ച ആളോട് വിശദീകരണം ചോദിക്കണം എന്നാണ് വ്യവസ്ഥയെങ്കിൽ പോലും ഇവിടെ ചോദിക്കുന്നത് ആ പാർട്ടിയുടെ പ്രസിഡന്റിനോടാണ്. അപ്പോൾ ഇത്തരം ഒരുപാട് ഈ 2 വ്യവസ്ഥകൾ, ഒന്ന് ജനപ്രാതിനിധ്യ നിയമത്തിലെ വ്യവസ്ഥ, മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിലെ വ്യവസ്ഥ, ഇതൊക്കെ പ്രകടമായി ലംഘിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത് ഈ ഇലക്ഷൻ്റെ ഘട്ടത്തിൽ ചോദ്യം ചെയ്യാൻ വേറെ മാർഗമില്ല എന്നുള്ളൊരു നിസ്സഹായാവസ്ഥയില്ലേ നമുക്ക്?
നമ്മൾ കുറെ ഇലക്ഷനുകൾ കൊണ്ട് വരുത്തിവെച്ച ഒരു ദുരന്തമാണിതെന്ന് ഞാൻ പറയും. പല ഇലക്ഷനുകളിലും ഒന്നാമത്തെ കാര്യം, മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് കൊണ്ടുവരാൻ സുപ്രീം കോടതി നിർബന്ധിക്കുന്നത് വരെ ഇലക്ഷൻ കമ്മീഷൻ അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഫെയർ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഇത്തരം സംഗതികൾ ചെയ്യാത്തത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ചോദിക്കുന്നില്ല. ഇന്ത്യയിൽ പരസ്പരം മത്സരിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടികൾ ഈ ഇലക്ഷൻ കുറച്ചുകൂടി ഫെയർ ആയിട്ട് നടത്തണം എന്ന്, അതായത് നമുക്കറിയാം കോൺഗ്രസ് ദീർഘകാലം ഇന്ത്യ ഭരിച്ചു. അപ്പോൾ പ്രതിപക്ഷത്തിരുന്ന കക്ഷികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഫെയർനെസ് ഇലക്ഷന്റെ പ്രോസസ്സിൽ ഇല്ലെങ്കിൽ, തുല്യതയില്ലെങ്കിൽ അവർക്ക് ഇലക്ഷൻ കമ്മീഷനെ അപ്രോച്ച് ചെയ്യുകയും അതിനെ ശക്തിപ്പെടുത്തുകയും ഒക്കെ ചെയ്യാമായിരുന്നു. അതിനു പകരം അത്തരം പ്രക്രിയകൾ കോടതിയിലേക്ക് കൊണ്ടുപോവുകയാണ് ഇന്ത്യയിലെ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളൊക്കെ ചെയ്തത്. സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകൾക്ക് വേറെ വഴിയില്ല. അങ്ങനെ കോടതി ഇടപെട്ടതിന് ശേഷമാണ് ഇത്തരം കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ ഉണ്ടാവുന്നത്. എന്നാൽ ജനപ്രാതിനിധ്യ നിയമത്തിൽ ഈ മതവും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അത്തരം പരാമർശങ്ങൾ നടത്തുക, മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് കൃത്യമായിട്ടുള്ള ചെക്സ് ആൻഡ് ബാലൻസ് വെച്ചുകൊണ്ട് തന്നെയാണ് സെക്ഷൻ 125 ഉൾപ്പെടെയുള്ള പ്രൊവിഷൻസ് RP ആക്ടിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മൾ ഇതിനെ കുറച്ചുകൂടെ വിശാലമായിട്ട് കാണുകയാണെങ്കിൽ, ഇന്ത്യയിലെ ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് ബ്രോഡറായിട്ട് ആളുകൾ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മൂല്യങ്ങളിൽ കൺസെൻസസ് വെച്ച് പുലർത്തുന്ന ആളുകൾ തമ്മിലുള്ള മത്സരമായിരിക്കണം. എന്ന് പറഞ്ഞാൽ തല്ലി പിടിച്ചു കളയാം എന്നൊരു പാർട്ടി തീരുമാനിച്ചാൽ സത്യത്തിൽ ജനാധിപത്യം തോറ്റുപോകും. സാധാരണഗതിയിൽ ഈ ഫെയർനെസ് എന്ന് പറയുന്നത് ഇലക്ഷനിൽ ഇല്ലാതാവും. അപ്പൊ ബ്രോഡർ കൺസെൻസസ് ഉള്ള പാർട്ടികൾ തമ്മിലായിരിക്കണം മത്സരിക്കുക. ഭരണഘടനയെ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെയോ ഒരു മുന്നണിയെയോ നമുക്ക് ചട്ടങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ചട്ടലംഘനമാണ് ഇവർ നടത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ അവഗണിക്കാൻ കഴിയില്ല. ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള സംഗതികളൊന്നും ബാധകമല്ല എന്ന മട്ടിൽ, ഇപ്പൊ കുതികാൽ വെട്ടൽ, അല്ലെങ്കിൽ ജനപ്രതിനിധികളെ റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് വിലപേശൽ നടത്തൽ തുടങ്ങിയുള്ള പ്രക്രിയകളൊക്കെ ഇന്ത്യയിൽ വളരെ പരസ്യമായി നടക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകളൊന്നും നടത്തുകയുണ്ടായില്ല. ഇലക്ഷൻ നടക്കുന്ന കാലഘട്ടത്തിൽ പോലും പരസ്യമായി എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ, എതിർ മുന്നണിയിലെ, എതിർ രാഷ്ട്രീയ നേതാവിനെയൊക്കെ പേടിപ്പിക്കുന്ന, ഭീതി പടർത്തുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ വരികയുണ്ടായി. മുൻകാല ഇലക്ഷനിലൊന്നും അതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറായില്ല. ഞാൻ ജനപ്രാതിനിധ്യ നിയമത്തിലെ ഒരു പർട്ടിക്കുലർ വ്യവസ്ഥ പറയാം. അതായത് ഇലക്ഷൻ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഏത് ഉത്തരവും, ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഏത് നിയമവും ലംഘിക്കുന്ന ഒരാളെ സെക്ഷൻ 123 ആണെന്ന് തോന്നുന്നു, അതനുസരിച്ച് ക്രിമിനൽ കേസിൽ പെടുത്തി 6 മാസം ജയിലിലടയ്ക്കാനുള്ള ഒരു വ്യവസ്ഥ നമുക്ക് RP ആക്ടിനകത്തുണ്ട്. അത് കറപ്റ്റ് പ്രാക്ടീസസ് എന്നാണ് അതിന് പറയുന്നത്. ഈ കറപ്റ്റ് പ്രാക്ടീസ് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെങ്കിൽ നമ്മുടെ രാജ്യത്തെ എത്ര രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ, എത്ര പേർ ഈ കഴിഞ്ഞ 75 വർഷക്കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിലോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിന്റെ പേരിലോ ക്രിമിനൽ കേസ് നേരിട്ടു ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ RP ആക്ടിന്റെ നടത്തിപ്പ് ഇലക്ഷൻ സമയത്ത് നമ്മുടെ സ്കൂളുകളിൽ കാണുന്ന പോലെ ചൂരലെടുത്ത് നടക്കുന്ന ഒരു ഹെഡ് മാഷെ പോലെ മാത്രമാണ് ഇവർ ഇലക്ഷൻ കമ്മീഷനെ കാണുന്നത്. കാരണം ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷന്റെ പ്രസക്തി ഇല്ല. ഈ RP ആക്ടിന്റെ തന്നെ പ്രസക്തി ആ ഒരു ഇലക്ഷൻ പീരീഡിലാണെന്നൊരു തെറ്റിദ്ധാരണ. ഹരീഷ്, ഇത് ഒരു കൗതുകം എന്നുള്ള ഹരീഷ് ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഞാനിത് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. കാരണം വെച്ചാൽ മുൻകാലത്ത് ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തിയതിന്, അല്ലെങ്കിൽ ഇലക്ഷൻ കോഡ് വയലേറ്റ് ചെയ്തതിന്, ഈ കറപ്റ്റ് പ്രാക്ടീസസിൽ ഇൻവോൾവ് ചെയ്തതിന്, ഇതിനൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കേസ് എടുക്കുകയോ തുടർ നടപടികൾ ഉണ്ടാവുകയോ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ കുറേ നേരം സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ഒരൊറ്റ കേസ് പോലും എന്താ പറയുക, വളരെ വിസിബിളായിട്ട് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലേക്ക് ഒരു മിനിറ്റ് കൊണ്ട് വരുന്നത് ലക്ഷക്കണക്കിന് റിസൾട്ടാണ്. പക്ഷേ ഇതിൽ ഒന്നിൽ പോലും ഇങ്ങനെ എന്താ പറയുക, ഇതിൻ്റെ ഒരു തുടർ നടപടിയോ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രൊസീഡിങ്സിലേക്ക് പോയതിൻ്റെ കാര്യമോ ഒന്നും പരാമർശിക്കുന്ന ഒരു റിപ്പോർട്ടും വന്നില്ല എന്നുള്ളതാണ് കൗതുകകരം. ഇലക്ഷനെ മത്സരിക്കുന്ന ജനപ്രതിനിധികൾ, അല്ല തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾ സത്യമായ വിവരം കൊടുക്കണമെന്നാണ്. അപ്പൊ കള്ള വിവരം കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്വത്തിനെ സംബന്ധിച്ചായാലും വ്യക്തിപരമായ വിവരങ്ങളായാലും ക്രിമിനൽ കേസിലെ സംഗതികളായാലും ഒക്കെ, ഇത് ഒരു കറപ്റ്റ് പ്രാക്ടീസാണ്. അങ്ങനെ ആരെങ്കിലും ശിക്ഷിക്കപ്പെട്ടോ? ഇല്ല. ഇനി ഈ കറപ്റ്റ് പ്രാക്ടീസിനകത്തേക്ക് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഇത്തരം അഡീഷണൽ നിർദ്ദേശങ്ങൾ കൊണ്ടുവരാൻ പോലും സുപ്രീം കോടതി ഇടപെട്ടതിന് ശേഷമാണ് വരുന്നത്. ഇപ്പൊ ക്രിമിനൽ കേസിൽ പ്രതിയാണോ അല്ലയോ എന്നുള്ള വിവരം അഡീഷണൽ ആയിട്ട് കൊടുക്കുന്ന വിവരങ്ങളിൽ ചേർക്കണമെന്ന് പറഞ്ഞത് സുപ്രീം കോടതിയാണ്. ഞാൻ പറഞ്ഞത്, ഓരോ തവണയും സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞ് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സിനെ ശക്തിപ്പെടുത്തുമ്പോൾ
ഇലക്ഷൻ കമ്മീഷൻ പരാജയപ്പെടുകയാണ് എന്നുള്ള വസ്തുത നമ്മൾ ആരും സീരിയസ് ആയി ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. ഒന്ന്. രണ്ട്, അതത് കാലത്ത് ഇലക്ഷൻ കമ്മീഷണർമാരായിരുന്ന, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായിരുന്ന ആളുകളുടെ പരാജയമാണ് സുപ്രീം കോടതിയിൽ ഒരാൾ കേസുമായി പോകേണ്ടി വരുന്നത് എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്തില്ല. ഞാൻ ലളിതമായി പറയാൻ ശ്രമിക്കുന്നത്, ഭരണഘടനയുടെ അന്തസ്സോ ഉത്തരവാദിത്വമോ കാത്തു സൂക്ഷിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപനം പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ അതൊരു കുറ്റമല്ല എന്നാണ്. നമുക്കൊരു നിയമം പാർലമെന്റ് പാസ്സാക്കിയതോ നിയമസഭകൾ പാസ്സാക്കിയതോ ഒരു നിയമം ലംഘിച്ചാൽ നമുക്ക് ജയില് അല്ലെങ്കിൽ പിഴ ഒക്കെ ശിക്ഷയായിട്ട് കിട്ടും. പക്ഷെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു അധികാരത്തിൽ ഇരുത്തിയിരിക്കുന്ന ഒരാൾ, അത് പ്രധാനമന്ത്രി ആവട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവട്ടെ, അവർ ആ പണി ചെയ്തില്ലെങ്കിൽ, അത് ചെയ്തില്ല എന്ന് സുപ്രീം കോടതി നാളെ വിമർശിച്ചാൽ പോലും അതിന് അവരുടെ 1 മാസ ശമ്പളം പോലും പിഴയായി കൊടുക്കേണ്ടി വരുന്നില്ല, 1 രൂപ പോലും അവർക്ക് നഷ്ടമുണ്ടാവുന്നില്ല. മറിച്ച് അവർക്ക് ആ കുറ്റം അംഗീകരിച്ചുകൊണ്ട് നാളെ മുതൽ ആ കോടതി വിധി ഞങ്ങൾ നടപ്പാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞാൽ അതുമായി മുന്നോട്ട് പോകാൻ കഴിയും. അപ്പൊ സുപ്രീം കോടതിയുടെ പണി സത്യത്തിൽ അവർക്ക് ഒരു വിഷയം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറയേണ്ട ബാധ്യതയുള്ളൂ. അവർക്ക് എക്സിക്യൂട്ടീവ് തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം സുപ്രീം കോടതിക്ക് ഇല്ല. പക്ഷെ ഇവിടെ സുപ്രീം കോടതി നിരന്തരമായി ഒരു റഫറിയുടെ റോളിൽ നിന്നുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാത്ത അവരുടെ ജോലി അവരെ കൊണ്ട് ചെയ്യിക്കാൻ നിർബന്ധിതരായി തീർന്നിരിക്കും. ഇതൊന്നും നമ്മൾ കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യുകയോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരോട് അതിന്റെ വില കൊടുക്കണം, നിങ്ങൾ ഈ ജനാധിപത്യത്തെ ഇത്തരത്തിൽ ഇലക്ഷൻ നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട നിങ്ങൾ ഇലക്ഷൻ നടത്തുന്നതിൽ പരാജയപ്പെട്ടു, ഫെയർ ആയിട്ടുള്ള ഒരു ഇലക്ഷൻ നടന്നില്ല എന്ന് പറയുകയാണ്. ഞാൻ ഇലക്ഷൻ കേസ് നടത്തിയിട്ടുള്ള ആളാണ്. എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇന്ത്യയിൽ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് ഡിക്ലെയർ ആയി, ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന മട്ടിൽ കോടതികൾ ഇതിൽ നിന്ന് കൈകഴുകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിൽ നിന്ന് മാറിയ സാഹചര്യം ഉണ്ടായത് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ കേസ് വന്നപ്പോൾ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ എടുത്ത ശക്തമായിട്ടുള്ള നിലപാടിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ വിചാരിക്കുന്ന ഒരാൾ ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ അത് ജയമായി, ഇത് കഴിഞ്ഞാൽ പിന്നെ തോറ്റയാള് എന്തൊക്കെ സംഭവിച്ച് തോറ്റാലും ശരി, തോൽവി തോൽവി തന്നെയാണ്, ജയം ജയമാണ്. ഇതാണ് നമ്മുടെ തെറ്റിദ്ധാരണ. വാസ്തവത്തിൽ ജനാധിപത്യപരമായും ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന മുഴുവൻ മാർഗരേഖകളും അനുസരിച്ചുള്ള ജയം മാത്രമാണ് ജയം. അല്ലാത്ത ഏത് ജയവും പരാജയമാണ് എന്നാണ് നിയമം പറയുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ കേസുകൾ കൊടുക്കാൻ പ്രത്യേകമായിട്ടുള്ള വ്യവസ്ഥ കൊണ്ടുവച്ചിരിക്കുന്നത്. ആ ഇലക്ഷൻ കേസിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ട് എന്താണ്? ഈ 123 ആണ്. അതായത് നിങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ ഏതെങ്കിലും കോഡ് ഓഫ് കോണ്ടക്ട് ലംഘിച്ചെങ്കിൽ നിങ്ങളുടെ ജയം അസാധുവാക്കപ്പെടും. കാരണം നിങ്ങൾ ലെവൽ പ്ലേ ഗ്രൗണ്ട്, നമ്മളിപ്പോ നോ ബോൾ എറിഞ്ഞ് ഔട്ടായ ഔട്ട് കൂട്ടുവോ? ക്രിക്കറ്റിൽ കൂട്ടാൻ പാടില്ലല്ലോ. ഇവിടെ എറിയുന്നത് മുഴുവൻ നോ ബോളുകളും, ഈ നോ ബോളുകളിൽ മുഴുവൻ വിക്കറ്റ് പോവുകയും വിക്കറ്റ് പോയി കഴിയുമ്പോൾ ബാറ്റ്സ്മാനോട് നിങ്ങൾ ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തു പോയി ഇലക്ഷൻ കേസ് കൊടുത്ത് ജയിക്കാം എന്ന് പറയുന്ന തരത്തിൽ നോ ബോൾ എറിയുന്ന പരിപാടിയാണ് ഭരിക്കുന്ന പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോടതികൾക്കുള്ള ഒരു ഉത്തരവാദിത്വം ഇലക്ഷൻ കേസിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ കറപ്റ്റ് പ്രാക്ടീസ് ആണെന്ന് കണ്ടെത്തിയാൽ ക്രിമിനൽ കേസ് എടുത്ത് 6 വർഷത്തേക്ക് ബാർ ചെയ്യാനാണ് ആക്ട് പറയുന്നത്. അടുത്ത 6 വർഷത്തേക്ക് ആ തെരഞ്ഞെടുപ്പിൽ അയാൾക്ക് മത്സരിക്കാൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും കേസിൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ, ആരെങ്കിലും 6 വർഷത്തേക്ക് ബാർ ചെയ്തിരുന്നെങ്കിൽ, ഇവിടെ വലിയ കൊടിയ കുറ്റം ചെയ്ത് ജയിലിൽ പോയ ആളുകളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. 6 വർഷത്തേക്ക് ബാൻ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്, കൊലക്കുറ്റത്തിൽ ജയിലിൽ കിടക്കുന്ന ആളുകളെയൊക്കെ. പക്ഷെ അല്ലാത്ത സാഹചര്യങ്ങളിൽ ഇലക്ഷൻ കേസിനുമായി ബന്ധപ്പെട്ട് കറപ്റ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളെ ബാർ ചെയ്യുന്ന ഒരു നടപടി ഉണ്ടാവുന്നില്ല എങ്കിൽ, ഈ കോപ്പിയടി പിടിച്ചിട്ട് സാരമില്ല ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണെങ്കിൽ കോപ്പിയടി കൂടുകയോ അത് ഈ പരീക്ഷയുടെ നടത്തിപ്പിന്റെ എല്ലാവിധ അന്തസത്തയും കെടുത്തുകയോ. അതുകൊണ്ട് അത് ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഇൻവിജിലേറ്ററുടെ ജോലിയാണ് വാസ്തവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിർവഹിക്കുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാറില്ല. ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കോഡ് ഓഫ് കോണ്ടക്റ്റിന് വിലയില്ല എന്ന മട്ടിലാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. ഒരു കാര്യം കൂടി നമ്മൾ പറയാതിരിക്കാൻ വയ്യ, ഈ കോഡ് ഓഫ് കോണ്ടക്റ്റിന് ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവമില്ല. കോഡ് ഓഫ് കോണ്ടക്ട് ഒരു മാർഗരേഖയായിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പോലും പറയുന്നത്. ഈ കോഡ് ഓഫ് കോണ്ടക്റ്റിൽ കാര്യങ്ങൾ വളരെ ബ്രോഡർ ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്, വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടില്ല. ഇതിനൊരു സ്റ്റാറ്റ്യൂട്ടറി സ്വഭാവമുള്ള ഡയറക്ഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് ഈ കറപ്റ്റ് പ്രാക്ടീസിനനുസരിച്ച് കേസെടുക്കാം. കേസെടുത്താൽ അത് മുമ്പോട്ട് പോയി ചാർജ് ഷീറ്റിൽ എത്തുമ്പോൾ ക്രിമിനൽ കോടതിയിൽ കയറി ഇറങ്ങണം ആരായാലും. അതിപ്പോ നരേന്ദ്രമോദി ആയാലും മറ്റേതെങ്കിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു പാർട്ടിയുടെ പ്രവർത്തകനായാലും. ഇത് രണ്ടും ഉണ്ടാവുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് അത് പാർട്ടിയിലേക്ക് വന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് നടത്തുന്ന ഒരു പരാമർശത്തിന് ആ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്ക് നോട്ടീസ് കിട്ടുക എന്നുള്ളൊരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം ഇവിടെയുണ്ട്. സ്റ്റാർ ക്യാമ്പയിനർ ആണെങ്കിൽ നിങ്ങളാണ് മറുപടി പറയേണ്ടത് എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പാർട്ടികളോട് പറയുന്നത്. ഇലക്ഷൻ വാസ്തവത്തിൽ 1951 വിഭാവന ചെയ്ത പോലെ അല്ല ഇന്ത്യയിൽ നടക്കുന്നത്.
അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അക്കാലത്ത് എം പിമാർക്കായിരുന്നെങ്കിൽ ഇന്ന് അത് രാഷ്ട്രീയ പാർട്ടികൾക്കായി മാറി. ഭരണഘടനാ ഭേദഗതിയിലൂടെ നമ്മൾ വിപ്പ് എന്ന സിസ്റ്റം കൊണ്ടുവരികയും വിപ്പ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം പാർട്ടികൾക്ക് നൽകുകയും ചെയ്തതോടുകൂടി ഈ ജനാധിപത്യത്തിന്റെ സ്വഭാവം തന്നെ, അടിസ്ഥാന സ്വഭാവം തന്നെ പാർലമെന്റിൽ മാറിയിട്ടുണ്ട്. പണ്ട് ധാർമ്മികമായിട്ടുള്ള ഒരു ശരി പ്രതിപക്ഷത്തുള്ള ഒരാൾ ഉന്നയിക്കുമ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ട ഒരാൾക്ക് അതിനോട് യോജിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായി. ഇന്നിപ്പോ വിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു യോജിപ്പില്ല. ഭരണകക്ഷി കൊടുക്കുന്ന ഏത് തല്ലിപ്പൊളി ബില്ലും പാസ്സാക്കാം, പ്രതിപക്ഷം കൊണ്ടുവരുന്ന ഏത് നല്ല കാര്യവും ഭരണകക്ഷിക്ക് തള്ളിക്കളയാം എന്ന തരത്തിലാണ് ഈ ധാർമ്മികത വിപ്പിന് ശേഷം വരുന്നത്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റിന് ശേഷം പറ്റുന്ന ഒരു കുഴപ്പം, അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് എം പിമാർക്കല്ല, മറിച്ച് അവിടെ എം പിമാരെ നയിക്കുന്ന പ്രധാനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അല്ല, മറിച്ച് ആ സഭയിലേക്ക് എം പിമാരെ കൊണ്ടുവരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണ്, അവരുടെ പാർട്ടിക്കാണ് ആ ഉത്തരവാദിത്വം എന്ന് വരികയാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് ഒരു തരത്തിലും അക്കൗണ്ടബിൾ അല്ലാത്ത, ഒരിക്കലും ജനങ്ങളെ നേരിട്ട് തെരഞ്ഞെടുപ്പിലോ മറ്റെവിടെയെങ്കിലുമോ നേരിട്ട് നേരിടാത്ത, ഉത്തരം പറയാത്ത നഡ്ഡയെ പോലുള്ള ഒരാൾക്കാണ്, അല്ലെങ്കിൽ ഖാർഗയെ പോലുള്ള ഒരാൾക്കാണ് വാസ്തവത്തിൽ ഈ സിസ്റ്റത്തിന്റെ അക്കൗണ്ടബിലിറ്റി ഇപ്പോൾ ഫിക്സ് ചെയ്യുന്നത്. ഇവരുടെ ഒരു കുഴപ്പം, ഇവർ ഒരു കാലത്തും ജനങ്ങൾക്ക് അക്കൗണ്ടബിൾ അല്ല. ഇവരുടെ പാർട്ടി പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ ഇന്റേണൽ സർക്കിളിന് മാത്രമാണ് അക്കൗണ്ടബിൾ. നേരിട്ട് അക്കൗണ്ടബിലിറ്റി ഉള്ള എം പിമാരോ അവർക്ക് അടുത്ത തവണ മത്സരിക്കാൻ കഴിയില്ല. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നരേന്ദ്രമോദിക്കും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ചില സ്റ്റാർ ക്യാമ്പയിനർമാരുടെ പേര് പറഞ്ഞിട്ടും രണ്ട് പാർട്ടികൾക്ക്, പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നോട്ടീസ് കൊടുക്കുക. സ്റ്റാർ ക്യാമ്പയിനർമാർ ഇത് വീണ്ടും ലംഘിക്കുന്നു. എന്താണ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പറ്റുക? ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് നോട്ടീസ് കൊടുത്തത് വയലേഷൻ ആണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിയുടെ അംഗത്വം റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വിദൂര സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിൽ പെരുമാറുമായിരുന്നു. ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ നടക്കുകയും അതിലെ ലെവൽ പ്ലേ ഗ്രൗണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നോബോൾ എറിഞ്ഞ് വിജയം നേടാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോട് നിങ്ങളുടെ ലൈസൻസ് ഇതാ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് ഇത്തവണ എം പിമാർ ജയിച്ചാൽ പോലും നിങ്ങളെ പാർലമെന്റിൽ കൂട്ടില്ല, കാരണം നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ റദ്ദാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാലോ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഇത്രയും വർഗീയതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഫൗൾ പ്ലേയോ നടത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാവുമോ? ഒരിക്കലുമില്ല. ഈ ഫൗൾ പ്ലേ നടക്കുന്നത്, ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ നോബോൾ പ്രശ്നമല്ല എന്നുള്ളിടത്താണ്. റൈറ്റ്. നമ്മളിത് പറയുമ്പോഴേ ഇപ്പോൾ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, ജനപ്രാതിനിധ്യ നിയമമുണ്ട്, ഇതിനൊക്കെ അപ്പുറത്ത് IPC ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പ്രധാനമന്ത്രിയുടെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങളിലെ പരാമർശങ്ങൾ എടുക്കുക. ഇപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ ഫാക്ച്വൽ അല്ലാത്ത ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. 2006 അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി രാജ്യത്തെ വിഭവങ്ങൾക്കുമെല്ലാം ആദ്യത്തെ അവകാശം ന്യൂനപക്ഷങ്ങൾക്കാണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞു എന്ന വ്യാജം പറഞ്ഞുകൊണ്ടാണ്. ആ പ്രസംഗത്തിൽ അങ്ങനെയല്ല പറയുന്നത്. അതുവരെ വിഭവങ്ങൾക്കുമേൽ അവകാശം നിഷേധിക്കപ്പെട്ട ആളുകളുണ്ട്, ദളിതുകളുണ്ട്, സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, ന്യൂനപക്ഷങ്ങളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, ന്യൂനപക്ഷങ്ങളിൽ തന്നെ മുസ്ലിങ്ങളുണ്ട്. അവർക്ക് കൂടുതൽ അവകാശം വിഭവങ്ങൾക്ക് കൊടുത്താൽ മാത്രമാണ് ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് രാജ്യത്തുണ്ടാവൂ എന്നുള്ള സെൻസിലാണ് അന്ന് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അത് കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം തുടർന്ന് പറയുന്നത്, വിഭവങ്ങൾ നുഴഞ്ഞുകയറ്റക്കാർക്കും കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്കും കൊടുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് അങ്ങോട്ട് വളരെ കൃത്യമായി മുസ്ലിം കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക ബജറ്റ് ഉണ്ടാവും, ഹിന്ദുക്കൾക്ക് പ്രത്യേകം ബജറ്റ് ഉണ്ടാവും എന്ന് പ്രസംഗിക്കുന്നു. എന്തിന് ക്രിക്കറ്റ് ടീമിൽ വരെ മതപരമായ വിഭജനം ഉണ്ടാവും എന്ന് വരെ പ്രധാനമന്ത്രി പ്രസംഗിച്ചു. വളരെ എവിഡൻ്റായി രണ്ട് വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനോ അല്ലെങ്കിൽ അവർക്കിടയിൽ വിദ്വേഷം ജനിപ്പിക്കാനോ ഉദ്ദേശിച്ചുള്ളതാണ്, അല്ലെങ്കിൽ അതിന് പ്രാപ്തിയുള്ളതാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു പ്രശ്നം, ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കോടതികൾക്ക് ഈ ഇലക്ഷനിയറിംഗ് നടക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലും ഇടപെടാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നവും കൂടി ഉണ്ട്. അത് ഒരു പരിധിവരെ ഇലക്ഷൻ പ്രക്രിയയെ സുഗമമായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ വച്ചിരിക്കുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥ മറികടന്നുകൊണ്ട് കുറെ കൂടെ സക്രിയമായിട്ട് ഇത്തരം വലിയ വിഭാഗീയമായ അല്ലെങ്കിൽ വർഗീയമായ വിഭജനം ലക്ഷ്യമിട്ടുള്ള പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ ഇടപെടുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമ്മുടെ ജുഡീഷ്യറിക്ക് ഉണ്ടാവേണ്ടതല്ലേ സത്യത്തിൽ? സെൽഫ് ഇമ്പോസ്ഡ് റെസ്ട്രിക്ഷൻ, സ്വയം കൽപ്പിച്ചിരിക്കുന്ന ഒരു നിയന്ത്രണം ആണ് കോൺസ്റ്റിറ്റ്യൂഷണൽ കോടതികൾ ഇക്കാര്യത്തിൽ എടുത്തിട്ടുള്ളത്.
ഹൈക്കോടതികളായാലും സുപ്രീം കോടതി ആയാലും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ കമ്മീഷനാണ് റഫറി. അവർ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ. അതിന്റെ അകത്ത് കയറി കളിക്കുന്ന സ്വഭാവം കോടതികൾക്കില്ല. പക്ഷെ IPC പോലുള്ള ഒഫൻസസിന് ഇലക്ഷൻ ബാധകമല്ല. പോലീസിന് കേസെടുക്കാം. ഇലക്ഷനുമായി ബന്ധപ്പെടുത്തുന്ന ഒരു പരിപാടിക്കിടെ ഒരാൾ മറ്റൊരാളുടെ കാല് തല്ലിയൊടിച്ചാൽ പോലീസ് അതൊരിക്കലും ഇലക്ഷൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കില്ലല്ലോ. ഒരാളെ തെറി വിളിച്ചാൽ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട തെറിയാണ് എന്ന് പറഞ്ഞതും മാറി നിൽക്കുന്നില്ലല്ലോ. അശ്ലീല പ്രകടനം ഉണ്ടായാൽ മാറി നിൽക്കില്ലല്ലോ. അതുപോലെ തന്നെയാണ് വിദ്വേഷ പ്രസംഗവും. ഹെയ്റ്റ് സ്പീച്ച് ഒരു ക്രിമിനൽ ഒഫൻസ് ആണ് എന്നും അതിന് നടപടിയെടുക്കാത്ത DGPമാർക്കെതിരായി നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചാണ്. ഇന്ത്യയിൽ എത്ര ഹെയ്റ്റ് സ്പീച്ച് അതിനുശേഷം നടന്നു, അതിലെല്ലാം സുപ്രീം കോടതി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും കേസെടുക്കാൻ സ്റ്റേറ്റുകൾക്ക് ഡയറക്ഷൻ നൽകുകയും ചെയ്തു. എന്നാൽ ഈ കാര്യത്തിൽ അത് ഹെയ്റ്റ് സ്പീച്ച് ആണോ എന്ന് പരിശോധിക്കാനും അതിന് വേണ്ട നടപടിയെടുക്കാനും സുപ്രീം കോടതി തുനിഞ്ഞില്ല. സുപ്രീം കോടതിയുടെയോ ഹൈക്കോടതിയുടെയോ ബാധ്യത അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സ്റ്റേഷൻ പരിധിയിലാണോ ഇത്തരം വിദ്വേഷ പ്രസംഗങ്ങൾ നടന്നത്, ആ സ്റ്റേഷൻ പരിധിയിൽ ഒരു കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം അവിടുത്തെ പോലീസിനുണ്ടായിരുന്നു. ആ പോലീസ് അത് ചെയ്തില്ലെങ്കിൽ അവിടുത്തെ മാജിസ്ട്രേറ്റിന് ഒരു പരാതി ആരെങ്കിലും കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ കേസെടുക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു കുഴപ്പം, അവരെല്ലായിടത്തും ഇരുന്ന് പ്രസ്താവന ഇറക്കി ഇലക്ഷൻ നടത്താമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഈ പ്രതിപക്ഷ കക്ഷികളെയും കുറ്റപ്പെടുത്തുവാക്കാൻ, നരേന്ദ്രമോദി വിദ്വേഷ പ്രസംഗം നടത്തിയ ഓരോ സ്റ്റേഷൻ പരിധിക്കകത്തും ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള ഡയറക്റ്റ് റിക്വസ്റ്റ് കൊടുത്തിട്ട് അതത് മജിസ്ട്രേറ്റ് കോടതികളിൽ ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്തിരുന്നെങ്കിൽ ഒരു ഇലക്ഷനും തടസ്സമായിരുന്നില്ല കേസെടുക്കാനോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇവരാരും അത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അത് ചെയ്യണമെന്ന് നിർബന്ധം പറയല്ല ഞാൻ. അങ്ങനെ സ്വയം പ്രവർത്തിക്കാത്തൊരു സിസ്റ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ പരാതി കൊടുത്ത് എങ്ങനെയാണ് നമ്മൾ അടിയന്തരാവസ്ഥ നേരിട്ടത്? ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഒരാൾ ചോദ്യം ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ ഒരു കേസുണ്ടായത്. ഇന്ദിരാഗാന്ധി ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തതാണ് എന്ന് പ്രസ്താവനയും ഇറക്കി വീട്ടിലിരുന്നിരുന്നെങ്കിലോ ഇലക്ഷൻ കേസ് ഉണ്ടാകുമായിരുന്നില്ല, അതിനുശേഷമുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഓരോന്നിനെയും ചോദ്യം ചെയ്യേണ്ട സമയത്ത് ഏറ്റവും താഴെയുള്ള കോടതികളിൽ പോയി ചോദ്യം ചെയ്ത് ഒരു FIR ഇട്ട് വെക്കണമായിരുന്നു. ആ FIR ഇട്ട് കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോവാം. ഇവിടെ കോടതികൾ പുലർത്തുന്ന ഒരു മര്യാദ, ഒരു മാന്യതയെ ഒരു താപ്പാക്കി എടുക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് അവർ നിരന്തരമായി ഇത് ലംഘിക്കുന്നു. ഇവിടെ പ്രശ്നം ഫെയർ ആയിട്ടുള്ള ഇലക്ഷൻ നടക്കുന്നില്ല എങ്കിൽ, ഇത്തരം ചില വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ ഇലക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന കൺസെപ്റ്റാണ് പൊളിഞ്ഞു പോകുന്നത്. പക്ഷെ കോടതിയിൽ എത്തുമ്പോൾ അവർ പലപ്പോഴും നോക്കുന്നത് എഴുതി വെച്ച ചട്ടങ്ങളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പിന്റെയോ ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് സാങ്കേതികമായി നോക്കുകയാണ് ചെയ്യുന്നത്. സാങ്കേതികതയല്ല സത്യത്തിൽ ഇതിനകത്തെ കുഴപ്പം. ജനാധിപത്യം അടപടലെ അടിയിൽ നിന്ന് വെട്ടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വകുപ്പിലെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാക്ക് അട്രാക്ട് ചെയ്യുമോ, ഹെയ്റ്റ് സ്പീച്ചിന്റെ പരിധിയിൽ വരുമോ എന്നല്ല പ്രശ്നം. ലാർജ് ഓഡിയൻസ് പോപ്പുലേഷൻ ഇതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയിലാവുകയും ആ തെറ്റിദ്ധാരണയെ ഒരു താൽക്കാലികമായ സമയത്തേക്ക് ഉപയോഗിക്കുകയും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജയവും തോൽവിയും തീരുമാനിച്ചു കഴിഞ്ഞാൽ ജയിച്ചല്ലോ എന്ന് പറയുകയും ചെയ്യുന്ന സംഗതി. അതാണ് ഞാൻ പറഞ്ഞ നോബോളിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. വിക്കറ്റ് വീഴ്ചാൽ മതി എന്നതാണ് നിങ്ങളുടെ മാർഗമെങ്കിൽ നിങ്ങൾക്ക് നോബോൾ എറിഞ്ഞ് വിക്കറ്റ് വീഴിക്കാം. പക്ഷെ നോബോൾ എറിഞ്ഞത് ഔട്ടായി കണക്കാക്കാൻ കഴിയില്ല എന്ന് അമ്പയർ പറഞ്ഞാൽ മാത്രമേ ആ കളിക്ക് വിലയുള്ളൂ. അങ്ങനെ ബാറ്റിംഗ് തുടരാൻ അനുവദിച്ചാൽ മാത്രമേ അതിന് വിലയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കേസുകൾ, രാജ്നാരായണന് ശേഷമുള്ള തെരഞ്ഞെടുപ്പ് കേസുകൾ വളരെ നാരോ ആയിട്ടാണ് നടത്തപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് കേസുകളെ ഗൗരവമായി കണക്കാക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് കേസുകളുടെ അന്തസത്ത കോടതികളും ഉൾക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇതിനെല്ലാം നോക്കൂത്തിയായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒറ്റ ഉദാഹരണമാണ് ഞാൻ ഈ മൊത്തം പരിപാടിയിൽ എന്റെ ഫോക്കസ്. ഈ സെക്ഷൻ 39A അനുസരിച്ച് എങ്ങനെയായിരിക്കണം ഇന്ത്യയിലെ റിപ്പോർട്ടിംഗ്, മീഡിയ റിപ്പോർട്ടിംഗ് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മാർഗരേഖ ഇറക്കേണ്ട ഒരു സ്റ്റാറ്റ്യൂട്ടറി ഉത്തരവാദിത്വം ഈ കമ്മീഷനുണ്ട്. കമ്മീഷൻ ഇത്തവണ അത് ചെയ്തിട്ടില്ല. കമ്മീഷൻ അത് ചെയ്തിരുന്നെങ്കിൽ
കേബിൾ ടി വി നെറ്റ്വർക്ക്സ് ആക്ട് അനുസരിച്ച് ഈ കമ്മീഷൻ പുറപ്പെടുവിക്കുന്ന ഉത്തരവിന് നിയമപരമായ സാങ്കത്യമുണ്ടെന്ന് സെക്ഷൻ 39A പറയുന്നുണ്ട്. ഹെയ്റ്റ് സ്പീച്ച് റിപ്പോർട്ട് ചെയ്താൽ നിങ്ങളുടെ ലൈസൻസ് പോകും എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു കേബിൾ ടി വി നെറ്റ്വർക്കും ഇത് റിപ്പോർട്ട് ചെയ്യില്ല. പിന്നെ ആരാണ് റിപ്പോർട്ട് ചെയ്യുക? യൂട്യൂബ് ചാനലുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുക. അതിന്റെ റീച്ച് നമുക്കറിയാം. ആ യൂട്യൂബ് ചാനൽ ബ്ലോക്ക് ചെയ്യാനുള്ള സംവിധാനം പുതിയ നമ്മുടെ IT ആക്ടിന് കീഴിലുള്ള പ്രത്യേക ചട്ടത്തിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിയമം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഏതെങ്കിലും റിപ്പോർട്ടിങ്ങോ ഏതെങ്കിലും വീഡിയോയോ അത് റിപ്പോർട്ട് ചെയ്തു വന്നാൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നീങ്ങാനാവും. വേണമെങ്കിൽ ആ ചാനൽ തന്നെ ബ്ലോക്ക് ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ നിയമങ്ങളുള്ള ഒരു സ്ഥലത്ത് ഇലക്ഷൻ കമ്മീഷൻ വളരെ ബ്രോഡറായിട്ട് 1950 ഇലക്ഷൻ നടത്തിയതുപോലെ 2024 പൊതുവായ ചില മാർഗരേഖകൾ മാത്രം ഇറക്കിക്കൊണ്ട് കൈകഴുകി മാറി നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടായാൽ, അതുപോലെ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് ലംഘിച്ചാൽ നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും എന്നൊരു നോട്ടീസ് കൊടുക്കുകയും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പാർട്ടിയുടെയെങ്കിലും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്താൽ, താൽക്കാലികമായിട്ട് റദ്ദാക്കിയാൽ മതി, അപ്പോഴാണ് അതിന്റെ വിലയുണ്ടാവുക. കോപ്പി അടിച്ച് പിടിക്കുന്നവനെ നിങ്ങൾ പുറത്താക്കുന്നില്ല എങ്കിൽ അയാളും കോപ്പി അടിക്കാത്തവനും ഒരുപോലെ പരീക്ഷ എഴുതാൻ സമ്മതിക്കുകയാണെങ്കിൽ അതൊരിക്കലും ഒരു ഫെയർ പ്രോസസ് ആണെന്ന് പറയാൻ കഴിയില്ല. അത് ആ പരീക്ഷയുടെ വില ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. ഈ ബേസിക് ആയിട്ടുള്ള റൂളാണ്, ഒരു കളിയുടെ അടിസ്ഥാന തത്വമാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ കളിയുടെ വില കാലാകാലങ്ങളായി മുമ്പോട്ട് പോകുന്തോറും ഇല്ലാതാകുകയാണ് ചെയ്യുക. എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്താലും കളി ജയിച്ചാൽ മതി എന്ന മെസ്സേജാണ് ഇത് കൊടുക്കുന്നതെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ അവസാനം. റൈറ്റ്. ഞാൻ അവസാനം ഒരു കാര്യം കൂടെ, ഇപ്പോൾ വകുപ്പ് 39 കാര്യം സൂചിപ്പിച്ചു. അതായത് ഇലക്ട്രോണിക് മീഡിയയിൽ എങ്ങനെയാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ള വ്യവസ്ഥ നിയമപ്രകാരം തന്നെ ഉൾപ്പെടുത്തി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുത്തിയ അലംഭാവത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. അതായത് കാലങ്ങൾ കൊണ്ട് ചില മാറ്റങ്ങളെങ്കിലും ഈ നിയമപ്രകാരം വരുത്തിയത് നടപ്പാക്കുന്നതിൽ വരുത്തിയ വീഴ്ച, പുതിയ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ വെല്ലുവിളികളാണ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൽ ഉണ്ടാകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാടില്ലായ്മ, ഇതിനൊക്കെ അംഗീകരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനം, ഇതെല്ലാം ചേർന്നിട്ടാണ് നമ്മളുടെ ഈ ഇലക്ഷൻ സിസ്റ്റത്തെ, ഒരുപക്ഷെ ഒരു ഡെമോക്രാറ്റിക് സിസ്റ്റത്തെ നേരത്തെ ഹരീഷ് തന്നെ സൂചിപ്പിച്ച പോലെ ഈ അടപടലെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടില്ലായ്മ അല്ലെങ്കിൽ അതിന്റെ ഒരു ഗൗരവമില്ലായ്മ ജനതയ്ക്കുള്ളത് കൊണ്ടാണ്, ഭൂരിപക്ഷം ആളുകൾക്കുള്ളത് കൊണ്ടാണ് വാസ്തവത്തിൽ ഇവർക്കിത് സാധ്യമാകുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ജുഡീഷ്യറിയെ പറ്റി നമ്മൾ പലപ്പോഴും മുമ്പും ഈ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ജുഡീഷ്യറിയിൽ കടന്നു വരുന്ന ആളുകൾക്ക് ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി ഇല്ല, അവർക്ക് ഭരണഘടനയോട് മാത്രമാണ് അക്കൗണ്ടബിലിറ്റി ഉള്ളത്. നേരിട്ട് ജുഡീഷ്യറി ഒരു സിസ്റ്റത്തിനും വഴിപ്പെട്ടല്ല പ്രവർത്തിക്കുന്നത്. അത് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറിയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ജുഡീഷ്യറിയിൽ ഇരുന്നുകൊണ്ട് നിരവധി കൊള്ളരുതായ്മകൾ ചെയ്തിട്ടുള്ള ആളുകളെ, ജഡ്ജിമാരെ നമുക്കറിയാം, അവരുടെ വിധിന്യായങ്ങൾ നമുക്കറിയാം, അവർ ഈ ജനാധിപത്യത്തെ എന്തുമാത്രം പിറകോട്ട് കൊണ്ടുപോയി നമുക്കറിയാം. അതുപോലെ പ്രധാനമാണ് ജുഡീഷ്യറി ഒരു കാലത്ത് നടത്തുന്ന മൗനം. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് 3 പേരടങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രവർത്തനത്തെ പറ്റി ദോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ അവരെ ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവർ കൂട്ടിലടച്ച തത്തയാണ് എന്ന മറ്റുള്ള കാർട്ടൂണുകൾ സോഷ്യൽ മീഡിയയിൽ എമ്പാടും പ്രചരിക്കുക. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മുടെ ഉദ്യോഗസ്ഥർ ഈ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും ട്രോളോ കാർട്ടൂണോ അല്ലെങ്കിൽ എതിരഭിപ്രായമോ രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചില ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയയിലൊക്കെ ഉത്തരവായി എഴുതുകയുണ്ടായി. ചില കളക്ടർമാരും ാണ് ജീവിക്കുന്നത്. ഇവരുൾപ്പെടെയുള്ള സിസ്റ്റത്തെ വിമർശിക്കാനുള്ള നമ്മുടെ അവകാശം നമ്മൾ ഇലക്ഷൻ കാലം ആയതുകൊണ്ട് ആർക്കും അടിയറവ് വെച്ചിട്ടില്ലെന്നേ. ഇതിനെയാണ് നമ്മൾ ജനാധിപത്യ ബോധം എന്ന് വിളിക്കുന്നത്. അതായത് തെരഞ്ഞെടുപ്പ് ആയി കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൽ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആളുകളെ എല്ലാം നിയന്ത്രിച്ച് കളയാം. ഈ നിയന്ത്രണം എന്ന അധികാരം മാത്രമാണ് ഇവർക്ക് മനസ്സിലാവും. ഇതിന്റെ കൂടെ വരേണ്ട ഒരു ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ഇവർക്ക് ധാരണ ഉണ്ടാവുന്നില്ല. അത് ജനാധിപത്യത്തിന്റെ കുറവാണ്. അത് നമ്മൾ സമ്മതിക്കണം. നമ്മൾ ജനാധിപത്യത്തെ, രാജീവ് തന്നെ ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യമാണ് അംബേദ്കറിന്റെ വാചകം. അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്, ജനാധിപത്യം എന്നത് നമ്മൾ ആളുകളെ കൈപിടിച്ച് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു പുതിയ വ്യവസ്ഥയാണ്, മുമ്പ് പരിചയമില്ലാത്തൊരു വ്യവസ്ഥയാണ്. അധികാരം കിട്ടുന്നത് ഉത്തരവാദിത്തമാണെന്നും അത് നിർവഹിക്കപ്പെടേണ്ടതാണെന്നും ഉള്ള തോന്നലിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ഇവിടെ ഡിമാൻഡ് ഉണ്ടാവുന്നില്ല. അവിടെയാണ് എന്റെ പോയിന്റ്. ആരാണ് ഇത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്? സാധാരണക്കാരനാണ് നരേന്ദ്രമോദിയുടെ ഹെയ്റ്റ് സ്പീച്ചിൽ കേസെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷന് കിട്ടിയത് പരാതികൾ ഒറ്റ ദിവസം കൊണ്ട്. അതിലേറെ ആളുകൾ ഇന്ത്യയിൽ
അതുമായി ബന്ധപ്പെട്ട് തെരുവിലിറങ്ങുകയും, പണ്ടായിരുന്നെങ്കിൽ തെരുവിലിറങ്ങണമായിരുന്നു, ഇന്നിപ്പോൾ നേരിട്ട് തെരുവിലിറങ്ങേണ്ട ആവശ്യമില്ല, ഒരു കംപ്ലൈന്റ് അയച്ചാൽ മതിയാവും, ഇമെയിലിലൂടെയോ മറ്റോ. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്ക് മുന്നോട്ട് വരികയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് മാറ്റം ഉണ്ടാകുമായിരുന്നു. പക്ഷെ ആ മാറ്റം ഡിമാൻഡ് ചെയ്യാൻ ശക്തമായ ഒരു സിവിൽ സൊസൈറ്റി ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നില്ല. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഈ ജനാധിപത്യത്തിന്റെ വീഴ്ചയിൽ വലിയ തോതിൽ വിഷമിക്കുന്നതും അതിനകത്ത് ഇടപെട്ട് പ്രവർത്തിക്കുന്നു. അല്ലാത്ത ആളുകൾ ഗാലറിയിലിരുന്ന് ജനാധിപത്യം സ്വയം അതിനുള്ള വഴി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നത്, വ്യക്തിപരമായ അഭിപ്രായമാണ്, ഗാലറിയിലിരുന്ന് കളി കാണേണ്ട സമയം അവസാനിച്ചു. ആ പ്രിവിലേജ് ഇനി നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഈ കളി നന്നാക്കണമെങ്കിൽ ഇതിനകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന ഓരോ പൗരനും ഇടപെട്ട്, ഇതിനകത്ത് ആക്ടിവിസ്റ്റുകൾ മാത്രമാണ് കേസിന് പോകുന്നതെന്നൊക്കെ ഉള്ളൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്. ഇനി ആക്ടിവിസ്റ്റ് ആവാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു കാലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുവിൽ ജനങ്ങളുടെ ജനാധിപത്യ സ്വഭാവം ഉയരുകയാണെങ്കിൽ, അവരിടപെടുകയാണെങ്കിൽ, അവർ ഈ ഇലക്ഷൻ കമ്മീഷന്മാരെ അക്കൗണ്ടബിലിറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ, ഈ ഇലക്ഷൻ നടത്തിയത് ഫെയർ ആയിട്ടല്ല എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷണർ പെൻഷൻ പറ്റി വീട്ടിലിരിക്കില്ല എന്നൊരു തോന്നൽ അവർക്കുണ്ടാക്കാൻ വേണ്ടിയുള്ള ലിറ്റിഗേഷൻസ് ഉണ്ടാവണം. അപ്പോഴല്ലേ സ്വാഭാവികമായിട്ടും അതിനൊരു മാറ്റം വരുള്ളൂ. തെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് റിട്ടയർ ചെയ്ത് വീട്ടിൽ പോയിരിക്കാം എന്നുണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്മാർ അങ്ങനെ ചെയ്യുള്ളൂ. അവിടെ ഇന്ത്യ വിട്ട് പോകാൻ കഴിയാത്ത വിധം നിങ്ങളൊരു ഇലക്ഷൻ, കാരണം ഞാൻ പറയുന്നത്, ഇത് 140 കോടി ആളുകളുടെ അടുത്ത 5 ഇനി അല്ലെങ്കിൽ അതിൽ കൂടുതലോ കാലത്തേക്കുള്ള ഒരു ഇതിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു കളിയുടെ റഫറിമാരാണ് ഇവർ. ഇവരുടെ ജോലി ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് ഈ 140 കോടി ജനങ്ങളും ഇനി ജനിക്കാനിരിക്കുന്ന ആളുകളും കൂടിയാണ്. അത്ര വലിയൊരു ഉത്തരവാദിത്വം അവരിൽ നിക്ഷിപ്തമായിരിക്കും. അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തിപരമായി അതിന്റെ അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ RP ആക്ടിൽ കൊണ്ടുവരണം. അതില്ല. ഇന്ത്യയിൽ മറ്റേത്, പോലീസ് IPC-യോ CRPC-യോ നടപ്പാക്കുമ്പോൾ അത് ലംഘിച്ചാൽ ആ പോലീസുകാരൻ ആ നിയമത്തിൽ പെടും. ജഡ്ജിമാർ അവര് ഏതെങ്കിലും തരത്തിൽ കൈക്കൂലി വാങ്ങിച്ചോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ സംഗതികളോ എടുക്കുകയാണെങ്കിൽ അവർക്കെതിരായിട്ട് മേൽക്കോടതികളിൽ നിന്ന് പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കെതിരെ ഇംപീച്ച്മെന്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഒക്കെ നമുക്കുണ്ട്. എക്സിക്യൂട്ടീവിനുണ്ട്, ലെജിസ്ലേച്ചറിനുണ്ട്. നിയമനിർമ്മാണ സഭ ഏതെങ്കിലും തരത്തിൽ അവരുടെ അധികാരം ദുർവിനിയോഗം ചെയ്ത് പ്രവർത്തിച്ചാൽ അവരെ കൊണ്ടുവരാനുള്ള സംവിധാനം നമുക്കുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം അവർ ഫെയർ ഇലക്ഷൻ നടത്തുന്നതിൽ പരാജയപ്പെട്ടാൽ പോലും വ്യക്തിപരമായി അവർ ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ല. അക്കൗണ്ടബിലിറ്റി ഫിക്സ് ചെയ്യുന്ന ക്ലോസ് RP ആക്ടിനകത്ത് കൊണ്ടുവരികയും അവരെ അതിന് വിധേയരാക്കുന്ന ഒരു ഇലക്ഷൻ കഴിയുമ്പോഴെങ്കിലും ഏതെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായിട്ട് വ്യക്തിപരമായി അത്തരത്തിലുള്ള കേസുകൾ വരികയും ചെയ്താൽ മാത്രമേ ഇവർ നാളെയെങ്കിലും ആ സീറ്റിലിരിക്കുന്ന ആളുകൾ ഇത് ഗൗരവമായിട്ട് എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യരെല്ലാം അങ്ങനെയാണ്. പേടിയുണ്ടെങ്കിലേ ജോലി ഭംഗിയായിട്ട് ചെയ്യുള്ളൂ. പേടിയില്ലാത്ത, അധികാരം മാത്രമുള്ള ഒരു ജോലി മനുഷ്യനെ അക്കൗണ്ടബിലിറ്റി ഇല്ലാത്ത ആളാക്കി മാറ്റും, അത് ഏകാധിപതിയാക്കി മാറ്റും. ഇലക്ഷൻ കമ്മീഷൻ അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അക്കൗണ്ടബിലിറ്റി ഫിക്സിംഗ് പ്രോസസ് തുടങ്ങാൻ 2024 ഇലക്ഷൻ ഒരു നല്ല തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ഈ നടക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന സാങ്കേതികമായ നടപടിക്രമം മാത്രമല്ല, രാജ്യത്ത് ജനാധിപത്യ സമ്പ്രദായം തുടരേണ്ടതിൻ്റെ ആവശ്യകത നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രക്രിയ കൂടിയാണ് എന്ന് ആദ്യം ഉണ്ടാവേണ്ടത് നമ്മൾക്കൊക്കെ തന്നെയാണ്. അപ്പോൾ മാത്രമാണ് നമുക്ക് ഇത് നടത്തിപ്പുകാരായ ആളുകൾ, ഇത് നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളിൽ ഉത്തരവാദിത്വം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവരെ ഓഡിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. യുക്തിസഹമായി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്താനും അതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കുകയുള്ളൂ. ഹരീഷ് പറഞ്ഞ പോലെ ഗാലറിയിൽ ഇരുന്നുകൊണ്ട് കളി കാണുന്നവരായി നമ്മളെല്ലാവരും മാറിയതിൻ്റെ കൂടെ ബാക്കിയാണ് ഇപ്പോൾ നമ്മളുടെ മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും. അവർ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെടുന്ന കാര്യങ്ങളിൽ പോലും നടപടിയെടുക്കാതെ നിഷ്ക്രിയരായി ഇരിക്കുന്നത്. ഇൻസൈറ്റിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.